AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നസ്വരം. KC വേണുഗോപാൽ സജീവമാകുന്നത് സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇന്ന് റെഡ് അലേർട്ട് ആണ് എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടിയാണ് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചത്. PM ശ്രീ പദ്ധതിയിലും ഇരു നേതാക്കൾക്കും വ്യത്യസ്ത സമീപനമായിരുന്നു. AICC ജനറൽ സെക്രട്ടറി സംസ്ഥാനത്ത് പ്രവർത്തനങ്ങളുമായി സജീവമാകുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ആരാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തിന് ശേഷമാണിപ്പോൾ KC വേണുഗോപാലിന്റെ സംസ്ഥാനത്തെ സജീവ സാന്നിധ്യം ചർച്ചയായി മാറിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു മറുപടി KC വേണുഗോപാൽ നൽകുകയും ചെയ്തു. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും, പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. KC വേണുഗോപാലിന്റെ സംസ്ഥാനത്തെ സജീവ സാന്നിധ്യത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിന് നൽകിയ മറുപടി ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ നൽകുന്ന മറുപടിയായിരുന്നു എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയ വിവാദത്തിന് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുകയാണ്. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് നല്ല റെഡ് അലർട്ട് എന്ന് പറയുന്നത് അല്ലേ, നോക്കണം മഴ പെയ്യുന്നു. VD സതീശന്റെ പ്രതികരണം കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിൽ വിവാദമുണ്ടാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. എതിരാളികൾക്ക് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാകത്തിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിനെ തള്ളി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഖിലേന്ത്യാ ഭാരവാഹികൾ നേരത്തെയും അങ്ങനെയായിരുന്നു. ഉമ്മൻചാണ്ടി AICC സെക്രട്ടറി ആയിരുന്നില്ലേ, അദ്ദേഹം കേരളത്തിൽ സജീവമായിരുന്നില്ലേ, AK വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലേ, സജീവമായിരുന്നില്ലേ, ലീഡർ ഹൈക്കമാൻഡിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നില്ലേ, കേരളത്തിലല്ലേ ലീഡറുടെ കാലുകൾ ചവിട്ടി നിന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും VD സതീശൻ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളെതിരല്ല. കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ. BJP CPM ഡീലിൻ്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് കണ്ടാൽ മതി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ ഈ നേതാക്കളുടെ ഈ വ്യത്യസ്ത പ്രതികരണങ്ങൾ അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ വലിയ രീതിയിൽ ആശങ്ക ഉണർത്തുന്നുണ്ട് കോൺഗ്രസിനകത്തിൽ. ഇത് വലിയ രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. കാരണം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.